ഹലോ ഡിയർ സ്റ്റുഡൻസ്. സോ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിനക്സ് ഷെഡ്യൂളിങ്ങിനെ പറ്റിയിട്ടാണ്. സോ ലിനക്സ് ഷെഡ്യൂളിങ്ങിനകത്ത് എങ്ങനെയാണ് ഈ ലിനക്സ് ഓയസിനകത്ത് ഷെഡ്യൂളിങ് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഫോർത്ത് മൊഡ്യൂളിനകത്ത്. സോ ലിനക്സ് പ്രൊവൈഡിങ് റിയൽ ടൈം ആൻഡ് നോൺ റിയൽ ടൈം ഷെഡ്യൂളിങ്. ഓക്കെ, സോ അതിനകത്ത് റിയൽ ടൈം ഷെഡ്യൂളിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. സോ ഇവിടെ 3 ലിനക്സ് ഷെഡ്യൂളിങ് ക്ലാസ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. 3 ലിനക്സ് ഷെഡ്യൂളിങ് ക്ലാസ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സുകളാണ് സ്കെഡ് ഫിഫോ, സ്കെഡ് RR ആൻഡ് സ്കെഡ് അതർ എന്ന് പറയുന്നത്. സോ സ്കെഡ് ഫിഫോ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് റിയൽ ടൈം ത്രെഡുകളുടെ ഒരു കളക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക, സ്കെഡ് ഫിഫോ. ദെൻ സ്കെഡ് RR എന്ന് പറയുമ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് റൗണ്ട് റോബിൻ റിയൽ ടൈം ത്രെഡ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്കെഡ് അതർ ആണ്. സ്കെഡ് അതറിനകത്തായിരിക്കും നോൺ റിയൽ ടൈം ത്രെഡ്സ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി ഇവിടെ ഓരോന്നിനും ഓരോ പ്രയോറിറ്റീസ് അസൈൻ ചെയ്തിട്ടുണ്ട്. സോ റിയൽ ടൈം പ്രയോറിറ്റി ക്ലാസ് റേഞ്ച് ഫ്രം 0 to 99 ഇൻക്ലൂസീവ്ലി. അതായത് 0 to 99 എന്ന് പറയും. ഇവിടെ റിയൽ ടൈം പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ ഹയർ പ്രയോറിറ്റി ഉള്ളതായിരിക്കും. കാരണം 0 മുതൽ 99 വരെയുള്ള ഇൻറ്റീജറാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഷുഡ് ബി ഹയർ പ്രയോറിറ്റി ക്ലാസ്. ആൻഡ് സ്കെഡ് അതർ എന്ന് പറയുമ്പോൾ എന്താണ്, നോൺ റിയൽ ടൈം ക്ലാസ്സുകളാണ് സ്കെഡ് അതർ എന്ന് പറയുന്നത്. സോ സ്കെഡ് അതറിൽ റേഞ്ച് ഫ്രം 100 to 139, അതായത് 100 മുതൽ ഏതുവരെയാണ്, 100 മുതൽ 139 വരെയുള്ളത് എന്തായിരിക്കും ഫോർ ദ സ്കെഡ് അതർ ക്ലാസ്സസ്. ഓക്കെ, സോ ഇനി ഇവിടെ നെക്സ്റ്റ് നമ്മൾ ഫിഫോയിലകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിഫോ, റൗണ്ട് റോബിൻ, അതുപോലെ നോൺ റിയൽ ടൈം ഷെഡ്യൂളിംഗ് എല്ലാം ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഫിഫോയ്ക്കകത്ത് തന്നെ സാധാരണഗതിയിൽ ഒരു സിസ്റ്റം വിൽ നോട്ട് ഇൻട്രപ്റ്റ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ഫിഫോ ത്രെഡ്. അതായത് സാധാരണഗതിയിൽ ഫിഫോ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണല്ലേ. അതായത് ഫസ്റ്റ് വന്നതിന് ഫസ്റ്റ് എന്ത് ചെയ്യുക, അലോക്കേറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. സോ ഫിഫോ ത്രെഡ് ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടല്ലാതെ കുറച്ച് കാരണങ്ങൾ പറയുന്നുണ്ട്. അതല്ലാതെ ഫിഫോ ത്രെഡ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇൻട്രപ്റ്റ് ചെയ്യില്ല. അത് ഏതൊക്കെയാണ് ഇൻട്രപ്റ്റ് ചെയ്യാവുന്ന കാരണങ്ങളാണ് നെക്സ്റ്റ് പറയുന്നത്. അതായത് ഒരു അനദർ ഫിഫോ ത്രെഡ് ഓഫ് ഹയർ പ്രയോറിറ്റി, അതായത് പ്രയോറിറ്റി കൂടുതലുള്ളൊരു ത്രെഡ് വരുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രപ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫിഫോ ത്രെഡ് ബിക്കംസ് ബ്ലോക്ക്ഡ്, ഒരു ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ത്രെഡ് ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് വരുന്ന ത്രെഡിനെ എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം. ദെൻ വോളണ്ടറി ആയിട്ട് വരുന്ന കുറച്ച് കമാൻഡ്സ് വർക്ക് ചെയ്യേണ്ട സമയത്ത്, കമാൻഡ്സ് കൊടുക്കേണ്ട സമയത്തും എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഇൻറ്ററപ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്, ഇൻട്രപ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ വൺസ് അത് ഇൻട്രപ്റ്റ് ചെയ്താൽ തന്നെ ക്യൂസിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ പ്രയോറിറ്റി നെക്സ്റ്റ് വരുന്നതിന് സെയിം പ്രയോറിറ്റി വെച്ച് തന്നെ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഒരു ഫിഫോ ത്രെഡ് എപ്പോഴാണ് പ്രിയംപ്റ്റ് ചെയ്യുന്നത്, സാധാരണഗതിയിൽ ഹയർ പ്രയോറിറ്റി ഇപ്പോൾ നടക്കുന്ന ത്രെഡിനേക്കാളും കൂടുതൽ ഹയർ പ്രയോറിറ്റി ഒരു ത്രെഡ് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, കറണ്ടായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, ഹയർ പ്രയോറിറ്റി ഉള്ള ത്രെഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് മിനിമം, മിഡിൽ, ദെൻ മിഡിൽ, മാക്സിമം, ABCD എന്ന് പറഞ്ഞിട്ടുണ്ട്. റിലേറ്റീവ് ത്രെഡ് പ്രയോറിറ്റീസ് കൊടുത്തിട്ടുണ്ട്. സോ നോർമലി എങ്ങനെയായിരിക്കും ഫിഫോ ഷെഡ്യൂളിംഗ് ഉണ്ടായിരിക്കുക, മാക്സിമം പ്രയോറിറ്റി ഉള്ളതായിരിക്കും ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അതാണ് D കൊടുത്തിരിക്കുന്നത്. ദെൻ B, ദെൻ C, ദെൻ A. ഓക്കെ, ഇനി ഇതിനകത്ത് നോൺ റിയൽ ടൈം ഷെഡ്യൂളിംഗ് നമ്മൾ പറഞ്ഞു. നോൺ റിയൽ ടൈം ഷെഡ്യൂളിംഗ് സ്കെഡ് അതർ ക്ലാസ്സിനകത്താണ് ഉണ്ടായിരിക്കുക. സോ ഇവിടെ യൂസ് ചെയ്യുന്ന ഷെഡ്യൂളറാണ് ലിനക്സ് 2.4 ഷെഡ്യൂളർ. ഓക്കെ, നോൺ റിയൽ ടൈം ഷെഡ്യൂളിനകത്ത് യൂസ് ചെയ്യുന്ന ഷെഡ്യൂളറാണ് ലിനക്സ് 2.4 ഷെഡ്യൂളർ. സോ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു സെറ്റ് ഓഫ് ത്രെഡ്സ് ഉണ്ടായിരിക്കും, നോൺ റിയൽ ടൈം ഷെഡ്യൂളിംഗ് ചെയ്യുന്ന ത്രെഡ്സ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇനി ഇവിടെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നുണ്ട്. അതായത് ലിനക്സ് 2.4 ഷെഡ്യൂളറിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. അതെന്താണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് യൂസസ് എ സിംഗിൾ റൺ ക്യൂ. ഒരു റൺ ക്യൂ മാത്രമാണ് എല്ലാ പ്രോസസ്സിനും വേണ്ടിയിട്ട്, ഒരു റൺ ക്യൂ മാത്രമാണ് എന്ത് യൂസ് ചെയ്യുന്നുള്ളൂ, ഇവിടെ ലിനക്സ് 2.4 ഷെഡ്യൂളർ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു മൾട്ടി പ്രോസസ്സിങ് സിസ്റ്റത്തിലൊക്കെ അത് എന്ത് ചെയ്യും, ടോട്ടൽ അതിൻ്റെ പെർഫോമൻസ് അഫക്റ്റ് ചെയ്യാനായിട്ട് കാരണമാവും. ഇനി അടുത്തത് ലിനക്സ് 2.0 ഷെഡ്യൂളർ യൂസസ് എ സിംഗിൾ റൺ ക്യൂ ലോക്ക്. ഒരൊറ്റ റൺ ക്യൂ മാത്രമേ ഉള്ളൂ. സോ അതിനായിട്ട് തന്നെ റൺ ക്യൂ ലോക്കും സിംഗിളായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നോർമലി എന്ത് വരും, അവിടെ മൾട്ടി പ്രോസസ്സിങ്ങിൽ അവിടെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത നെക്സ്റ്റ് വരുന്നതാണ് പ്രിയംഷൻ ഈസ് നോട്ട് പോസിബിൾ. ഇവിടെ എന്താണ്, പ്രിയംഷൻ 2.4 ഷെഡ്യൂളർ സപ്പോർട്ട് ചെയ്യുന്നില്ല പ്രിയംഷൻ.
സോ ഓക്കെ, അപ്പോൾ ഇത്രയാണ് നോൺ റിയൽ ടൈം ഷെഡ്യൂളിങ്ങിൻ്റെ കുറച്ച് ഡ്രോബാക്സ് എന്ന് പറയുന്നത്. ഇനി അതിന് പറയുന്നുണ്ട് കാൽക്കുലേറ്റിംഗ് പ്രയോറിറ്റീസ് ആൻഡ് ടൈം സ്ലൈസസ് എന്ന് പറയുന്നുണ്ട്. അതായത് ടൈം സ്ലൈസസ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു, നോർമലി നോൺ റിയൽ ടൈം ടാസ്കിന് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, ഇവിടെയും പ്രയോറിറ്റീസൊക്കെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇവിടുത്തെ പ്രയോറിറ്റി റേഞ്ച് നമ്മൾ പറഞ്ഞു അല്ലേ, എത്രയാണ് 100 മുതൽ 139 വരെയാണ് പ്രയോറിറ്റി റേഞ്ച് നോൺ റിയൽ ടൈം സിസ്റ്റത്തിന് വരുന്നത്. ഇനി അതിൻ്റെ തന്നെ ഡീഫോൾട്ടായിട്ട് യൂസ് ചെയ്യുന്ന പ്രയോറിറ്റിയാണ് 120 എന്ന് പറയുന്നത്, 120 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ തന്നെ ടൈം സ്ലൈസ് വെദർ ഇറ്റ് ഈസ് റൗണ്ട് റോബിൻ ആണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ടൈം സ്ലൈസസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈവൻ ദോ ടൈം സ്ലൈസസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഫിഫോ മോഡലിൽ തന്നെയായിരിക്കും ഇവിടെയും അതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഓക്കെ, ഈ ടൈം സ്ലൈസസിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ലിനക്സിൽ ഇവിടെ ടൈം സ്ലൈസസിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 milliseconds to 200 milliseconds ആണ്. ഓക്കെ, അപ്പോൾ ലിനക്സിൽ ടൈം സ്ലൈസസിനെ റൗണ്ട് റോബിൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ടൈം സ്ലൈസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 10 ms to millisecond to 200 millisecond ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അതിൽ പറയുന്നത് നമ്മൾ ഓൾറെഡി എന്തൊക്കെയാണ് റിലേഷൻഷിപ്പ് ടു റിയൽ ടൈം ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഓൾ റിയൽ ടൈം ടാസ്ക് ഹാവ് ഓൺലി എ സ്റ്റാറ്റിക് പ്രയോറിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, പ്രയോറിറ്റി റിയൽ ടൈം ആണെങ്കിലും നോൺ റിയൽ ടൈം ആണെങ്കിലും അവിടെ പ്രയോറിറ്റി പ്രീ ഡിഫൈൻഡ് ആണ്. 0 to 99 ആണ്, 100 to 139 ആണ്. ഇറ്റ്സ് പ്രീ ഡിഫൈൻഡ് ആണ്. ഓക്കെ, ഡൈനാമിക് പ്രയോറിറ്റി ചേഞ്ചസ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് പറയുന്നത് സ്റ്റെറ്റ് ഫിഫോ ടാസ്ക് ഡു നോട്ട് ഹാവ് അസൈൻഡ് ടൈം സ്ലൈസസ്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നമ്മൾ റൗണ്ട് റോബിനിലാണ് എല്ലായിടത്തും എന്ത് ചെയ്യുന്നത്, ടൈം സ്ലൈസസ് വെച്ചിട്ട് ചെയ്യുന്നത്. ഇവിടെ സ്കെറ്റ് ഫിഫോയിൽ എന്ത് ചെയ്യില്ല, ടൈം സ്ലൈസസ് അലോക്കേറ്റ് ചെയ്യുന്നില്ല, പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓൾദോ സ്കെറ്റ് RR ടാസ്ക് ഡു ഹാവ് അസൈൻഡ് ടൈം സ്ലൈസസ് എന്ത് ചെയ്യുന്നില്ല, ദേ ആർ നെവർ മൂവ്ഡ് ടു ദ എക്സ്പയർഡ് ക്യൂ ലിസ്റ്റ്. RR നമ്മൾ ടൈം സ്ലൈസസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നതെങ്കിലും അതിനെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, എക്സ്പയർഡ് ക്യൂ ലിസ്റ്റിലേക്ക് കൊടുക്കുന്നില്ല. എഗെയിൻ എക്സ്പയർഡ് ക്യൂ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ ടൈം കഴിഞ്ഞിട്ടുള്ള ക്യൂ ലിസ്റ്റ്, അതായത് ഏതൊക്കെയാണോ എക്സ്പയർ കഴിഞ്ഞിട്ടുള്ള ടൈം ക്വാണ്ടം ലീസ്റ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ക്യൂവിലേക്ക് അതിനെ എന്ത് ചെയ്യുന്നില്ല, അലോക്കേറ്റ് ചെയ്യുന്നില്ല. സോ നോർമലി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ടൈം സ്ലൈസസിന് എത്രയാണോ ടൈം സ്ലൈസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ റേഞ്ചിനകത്ത് അതിനകത്ത് എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നു. പ്രയോറിറ്റി വരുന്നതിന് എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ഷെഡ്യൂൾ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇത്രയാണ് ലിനക്സ് ഷെഡ്യൂളിങ്ങിലെ കുറച്ച് കേസുകൾ വരുന്നത്. ലിനക്സിൻ്റെ ഒരു ഫിഗർ പറഞ്ഞിട്ട് ലിനക്സ് ഷെഡ്യൂളിംഗ് ഡാറ്റ സ്ട്രക്ചർ ഫോർ ഈച്ച് പ്രോസസ്സർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ 140-bit പ്രയോറിറ്റി അറേ ഓഫ് ആക്റ്റീവ് ക്യൂസിൻ്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ 140-bit പ്രയോറിറ്റി അറേ ഫോർ എക്സ്പയർഡ് ക്യൂസ്, അതായത് ടൈം സ്ലൈസ് എക്സ്പയർ ആയതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പയർ ആയതിന് നെക്സ്റ്റ് അതിൻ്റെ എക്സ്പയറി ക്യൂസിലേക്ക് ഇടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞത് റൗണ്ട് റോബിനിൽ അങ്ങനെ പോസിബിൾ ആവുന്നില്ല എന്ന് പറഞ്ഞു. ദെൻ ആക്റ്റീവ് ക്യൂ എന്ന് പറഞ്ഞിട്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആക്റ്റീവ് ക്യൂ 140 ക്യൂ ബൈ പ്രയോറിറ്റി, അതായത് ആക്റ്റീവ് ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, റൺ ചെയ്യാൻ പോകുന്നത്. എക്സ്പയറി എന്ന് പറയുമ്പോൾ എന്താണ്, ടൈം സ്ലൈസ് കഴിഞ്ഞ് നെക്സ്റ്റ് പോകുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ലിനക്സിൽ വരുന്നത്. ലിനക്സ് ഷെഡ്യൂളിങ്ങിൻ്റെ കേസ് സ്റ്റഡിയാണ് ഇപ്പോൾ സ്പെഷ്യലായിട്ട് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 4th മൊഡ്യൂൾ വരുന്നത്. ഓക്കെ, താങ്ക് യു.